അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഈ റെയ്ഡ് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതിൽ ഈ കഞ്ചാവ് വിൽപ്പന, അളവെടുക്കാനുള്ള ത്രാസ് അടക്കമാണ് കണ്ടെത്തിയിരിക്കുന്നത്. SFI നേതാവിന്റെ മുറിയിൽ നിന്നാണോ കണ്ടെത്തിയത്? ഇതിൽ KSUവിനെ SFI കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇതിലൊരു ഗൂഢാലോചനയും സംശയിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്? രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിൽ പോലീസ് ഇവിടെ ഒരു പരിശോധന നടത്തുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നതാണ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിലെ 2 മുറികളിൽ നിന്നായാണ് ഇത്രയും കഞ്ചാവ് പിടികൂടിയത്. ഒരു മുറിയിൽ, അതായത് താഴത്തെ മുറി എന്ന് പറയുന്നത് KSU പ്രവർത്തകർ താമസിക്കുന്ന മുറിയാണ്. നിലവിൽ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച ആദിലും അതുപോലെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്ന ആകാശ്, ഈ 2 പേർ താമസിക്കുന്ന മുറിയിൽ നിന്നാണ് 2 കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത്. ഇതിന് മുകളിലെ നിലയിൽ വരുന്ന മുറിയിലാണ് SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയും SFIയുടെ പ്രവർത്തകനുമായിട്ടുള്ള അഭിരാജ് താമസിക്കുന്നത്. ആ മുറിയിൽ നിന്നാണ് 9 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ഇങ്ങനെ 2 മുറികളിൽ നിന്നായിട്ട് ആണ് ഇത്രയും വലിയൊരു കഞ്ചാവ് വേട്ട പോളിടെക്നിക്കിൽ ഇന്നലെ രാത്രിയിൽ നടന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ SFIയും KSUവും പരസ്പരം പഴിചാരുന്ന സാഹചര്യമാണുള്ളത്. SFI പ്രവർത്തകനായിട്ടുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഭിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് തന്നെ പോലീസ് ഭീഷണിപ്പെടുത്തി ഈ കേസിൽ കുടുക്കുകയായിരുന്നു. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് താൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നീട് റെയ്ഡിന്റെ വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തിയപ്പോൾ തന്നെ തന്റെ മുറിയിൽ നിന്നും കഞ്ചാവ് കിട്ടിയെന്ന് പറയുകയും 9 ഗ്രാം കഞ്ചാവ് പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസിൽ കുടുക്കുകയുമായിരുന്നു എന്നാണ് ഈ അഭിരാജിന്റെ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രതികരണം എന്ന് പറയുന്നത്. SFI ഏരിയ നേതൃത്വവും അഭിരാജിനെ സംരക്ഷിക്കുന്ന പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം KSU ആണ് ഈ ഹോസ്റ്റലിനകത്തേക്ക് ലഹരി എത്തിച്ചത്, കഞ്ചാവ് ഇത്രയും വലിയ തോതിൽ എത്തിച്ചത് എന്ന ആരോപണവും SFI ഉന്നയിക്കുന്നു. അതേസമയമാണ് ആദിൽ, KSU പ്രവർത്തകനായിട്ടുള്ള നേരത്തെ KSU പാനലിൽ മത്സരിച്ചിട്ടുള്ള ആദിൽ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. താനല്ല ഇത്തരത്തിൽ ലഹരി ഇവിടേക്ക് എത്തിച്ചത്, SFI ഉന്നയിക്കുന്നത് വ്യാജ ആരോപണമാണ്, പുറത്തുനിന്നും ആളുകൾ വരുന്ന ഹോസ്റ്റൽ കൂടിയാണ്, അതുകൊണ്ട് ആ രീതിയിലായിരിക്കാം ഈ ലഹരി ഇവിടേക്ക് എത്തിയിട്ടുണ്ടാകുക. താൻ ഒരു തരത്തിലും ഈ റെയ്ഡ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയിട്ടില്ല, നാട് വിട്ടിട്ടില്ല, അത്തരത്തിൽ SFI ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണ് എന്നും ആദിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആകാശും ആദിലും താമസിച്ചിരുന്ന മുറിയിൽ നിന്നാണ് 2 കിലോയോളം കഞ്ചാവ് പോലീസ് കണ്ടെത്തുന്നത്. ഇത് പാക്കറ്റുകളിലാക്കി പാക്ക് ചെയ്യുന്ന നിലയിൽ, അതായത് ക്യാമ്പസിൽ വിതരണം ചെയ്യാനോ മറ്റ് ക്യാമ്പസുകളിലേക്ക് വിതരണം ചെയ്യാനോ ഒക്കെ ആയിട്ടായിരിക്കാം അത് പാക്ക് ചെയ്യുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. തൊട്ടുമുകളിലെ അഭിരാജ്, അതായത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിരാജിന്റെ മുറിയിൽ നിന്നും 9 ഗ്രാം കഞ്ചാവും കണ്ടെത്തുന്നു. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് സ്മൃതി, കഞ്ചാവ് ഉപയോഗിക്കാൻ മാത്രമേയല്ല വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് എത്തിച്ചത് എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഒരു വെയിങ് മെഷീൻ, അതായത് ഒരു ഇലക്ട്രോണിക് ത്രാസ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അതിനർത്ഥം ഇവിടെ കൃത്യമായ വിൽപ്പന നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ച കഞ്ചാവ് തന്നെയാണിത്. ആളുകളെ രക്ഷിക്കുന്ന സമീപനം ഇവിടെ പോലീസിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അവരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നത് SFIയുടെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വം, ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഞങ്ങൾ ഈ ജാഥ തുടങ്ങിയപ്പോൾ കേരളീയത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിന്റെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോടും ഞങ്ങൾ പറഞ്ഞത്, ഈ ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് രാഷ്ട്രീയം കലർത്തേണ്ടതില്ല, ഇതിൽ കക്ഷി രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ടുന്ന ഒരു വിഷയമല്ല. അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള തരത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ലഹരി മാഫിയ പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി സർക്കാർ നിഷ്ക്രിയരായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇവിടുത്തെ ലഹരി മാഫിയെ കടിഞ്ഞാണിടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. രാസലഹരികൾ സുലഭമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് നമ്മൾക്ക് ഭയാനകമായിട്ടുള്ള തരത്തിലേക്കുള്ള രാസലഹരികളാണ്. അലി അക്ബർ ഷാ, ഇതിൽ പ്രിൻസിപ്പൽ പറഞ്ഞത് പ്രധാനമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നടപടി എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഈ ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും അത് ഒരു പുതിയ കാര്യമല്ല എന്ന് കൂടി പ്രിൻസിപ്പൽ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് എന്ത് നടപടി എടുത്തിട്ടുണ്ടെന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായും സ്മൃതി, പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്ന ക്യാമ്പസാണ് ഇത്. പക്ഷേ നേരത്തെയും ഇത്തരത്തിൽ ചെറിയ തോതിൽ ലഹരി പിടികൂടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ തോതിൽ, ഇത്രയും വലിയ അളവിൽ ലഹരി പിടികൂടുന്നത് ഇത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ഇതിൽ ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു കൗൺസിൽ യോഗം നടത്തുന്നുണ്ട്. അതിനുശേഷം ക്യാമ്പസിന്റെ തീരുമാനം എന്താണ് എന്ന് ഔദ്യോഗികമായി അവർ അറിയിക്കും. ഇതിൽ പോലീസ് ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ, ഒന്ന് എന്ന് പറയുന്നത് വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഈ കഞ്ചാവ് എത്തിച്ചതെന്ന് വ്യക്തമാക്കുന്ന നിലയിലാണ് ഈ ഇലക്ട്രോണിക് ത്രാസ് ഉൾപ്പെടെ ഈ ക്യാമ്പസിൽ നിന്നും കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലാണ് ഈ ക്യാമ്പസിനകത്ത് ഇത്തരത്തിലൊരു വിൽപ്പന കേന്ദ്രം സജ്ജീകരിക്കാമെന്നൊരു നിലയിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത്? അതിന് പുറത്തു നിന്നുള്ള ആളുകളുടെ പിന്തുണ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ? പുറത്തുള്ള ലഹരി കണ്ണികളുമായി ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഹോളി ആഘോഷം നടക്കാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ലഹരി എത്തിയതെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നിലയിലുള്ള ഇടപെടൽ ഈ ക്യാമ്പസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ആദിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്
പറഞ്ഞത് പുറത്തുനിന്നും ആളുകൾക്ക് സൗകര്യാർത്ഥം കയറി വരാൻ കഴിയുന്ന ഒരു ഹോസ്റ്റലാണ് ഇത് എന്നാണ്. അത് വ്യക്തമാക്കുന്ന നിലയിലാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പോളിടെക്നിക്കിന്റെ ഗ്രൗണ്ടാണ് ആ ഭാഗത്ത് കാണുന്നത്. അവിടെ നിന്നും കാര്യമായ സുരക്ഷാ മതിലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ നിന്നും ആളുകൾക്ക് അകത്തേക്ക് കടന്നു വരാനും സാധിക്കും. സ്വാഭാവികമായും ഗവൺമെന്റ് പോളിടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വ്യക്തമാക്കുന്നത്, ACP വ്യക്തമാക്കിയിരിക്കുന്നത് പുറത്തുനിന്നും ആളുകളുടെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. മറ്റ് ഒന്ന് രണ്ട് യുവാക്കളുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ വിദ്യാർത്ഥികളല്ലാത്ത യുവാക്കളുടെ പേരുകൾ. അവർ ഏത് നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അവരാണോ ഇത്തരത്തിൽ ആദിൽ സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്നും ആരെങ്കിലും ആണ് ഈ ലഹരി ഇതിനകത്തേക്ക് എത്തിച്ച് ഈ മുറിക്കകത്ത് കൊണ്ടുവച്ചതെങ്കിൽ, ഈ ഇലക്ട്രോണിക് ത്രാസ് ഉൾപ്പെടെ കൊണ്ടുവച്ചതെങ്കിൽ അതാര് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തമായ അന്വേഷണം, വിപുലമായ അന്വേഷണം തന്നെ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ ഈ വിഷയത്തിലൊരു ഇടപെടലുമായി വന്ന സാഹചര്യത്തിൽ കൊച്ചിയിലെ എല്ലാ ക്യാമ്പസുകൾക്കകത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇതിലെ ആരോപണ പ്രത്യാരോപണങ്ങൾ SFIയും KSUവും ഉന്നയിക്കുമ്പോൾ ഇതിൽ പോലീസ് ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാന പോയിന്റുകൾ, ഇവിടെ ഇത്തരത്തിലൊരു ലഹരി വിൽപ്പനാ കേന്ദ്രം നേരത്തെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ ഈ ക്യാമ്പസിനകത്ത് മാത്രമാണോ, പുറത്തേക്കും ഇത്തരത്തിൽ വിൽപ്പന നടക്കുന്നുണ്ടോ എന്നതാണ്. അങ്ങനെ വ്യാപകമായ പരിശോധനയിലേക്ക് പോലീസും കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അലി അക്ബർ ഷായാണ് ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ നൽകി.